ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത് ഒരു ആശയമായിട്ട് മുന്നോട്ട് വരാൻ തന്നെ കാരണം ഇതുപോലുള്ള വ്യാജ പരാതികളാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു വിക്ടിമും കൂടെ ആയതുകൊണ്ട് വിക്ടിം രാഹുലിനൊക്കെ നേരിട്ട് അറിയാമെന്നുള്ളതാണ്. ഒരു ആൾക്ക് എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുക്കുന്നു, അത് ഗംഭീരമായ വാർത്തകൾ. പക്ഷെ കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. കോടതിയിൽ എനിക്ക് എടുത്തു കളയാണ്. അപ്പം അത്തരം ഒരു അനുകൂലമായ ഒരു വിധി എനിക്ക് എത്രയും പെട്ടെന്ന് കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പൊ അതോടുകൂടി എനിക്ക് ആദ്യമാണ് എനിക്ക് തോന്നുന്നു മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ ഭാഗത്ത് നിന്ന് അത്ര ശക്തമായ തെളിവുണ്ടായിരുന്നു. അതായത് മുകേഷിനോട് ആ പെൺകുട്ടി കാശ് ചോദിച്ചു. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ പെൺകുട്ടി ഒരു വോയിസ് നോട്ടായിട്ടാണ് കാശ് ചോദിച്ചത്. ഇല്ലെങ്കിൽ വാട്സാപ്പിൽ വന്ന ഒരു പക്ഷേ വേണ്ട രീതിയിൽ റെക്കോർഡ് പോലും നമ്മൾ ചെയ്തെടുക്കാറില്ല. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ പെൺകുട്ടി വോയിസ് നോട്ടായിട്ട് ചോദിച്ചു. ആ പെൺകുട്ടിയുടെ അച്ഛന് വയ്യ, അതിന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അച്ഛന് വയ്യ എന്ന് പറഞ്ഞ് വേറെ ആളുടെ കാശ് എടുക്കുകയാണോ വേണ്ടത്? ആ കാശ് കൊടുത്തില്ലെങ്കിൽ വ്യാജ പരാതി കൊടുക്കുകയാണ്. മുകേഷിന്റെ ഭാഗ്യത്തിന് വോയിസ് നോട്ടായിട്ട് മുകേഷിന്റെ മൊബൈലിൽ കിടപ്പുണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിലും ഈ കേസ് അന്വേഷിച്ച സ്റ്റേഷനിൽ നിന്ന് കോടതിയിലോട്ട് റിപ്പോർട്ടും കൊടുത്തു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നും വ്യാജമായ പരാതിയാണെന്നും വകുപ്പുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ആ വാർത്ത കാര്യക്ഷമമായിട്ട് അതങ്ങനെയാണ് എപ്പോഴും. നമ്മളിപ്പം മറിച്ചാണ് വാർത്ത വന്നിരുന്നെങ്കിലോ, പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ എനിക്ക് പ്രതികൂലമായിട്ട് വാർത്ത വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. മുകേഷ് എം നായർ കുറ്റം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തി, മുകേഷ് എം നായർക്കെതിരെ പോലീസ് ശക്തമായ തെളിവുകളെന്ന് പറയും. മുകേഷ് എം നായർ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു വ്യാജ പരാതിയാണ്, ഇങ്ങനെ ഒരു സെഷൻസ് എല്ലാം പോലീസ് അന്വേഷിച്ച് നീക്കം ചെയ്തത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് കൂടി ഇനി നമുക്ക് റെപ്യൂട്ടേഷൻ അല്ലേ, സ്ത്രീകൾക്ക് മാത്രമാണോ? ഇനി അതിന്റെ സീരിയസ്നെസ് എന്താ? മുകേഷ് ഇവിടുത്തെ ഒരു സ്കൂളിൽ പരിപാടിക്ക് വിളിച്ചത് ആ പ്രിൻസിപ്പളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ എടുത്തു. ഇതേ പാർട്ടിക്കാർ എന്നെ ഇലക്ഷൻ ആയ സമയത്ത് ഒരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ടായി. അപ്പം എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ വിമർശിക്കുകയും അതേ പാർട്ടിയുടെ ആൾക്കാർ വിമർശിച്ച ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് വളരെ പുച്ഛമായിട്ടാണല്ലോ തോന്നുന്നത്. കാരണം